ഈ 4 സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ. 100% ഗ്യാരൻറ്റിയാണ്. ചെയ്ത് നോക്കിയിട്ട് മാറിയിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ, ഉറപ്പിൽ മാറും. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഭയങ്കര പ്രശ്നമാണ്. അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. നമ്മളെവിടെ പോകുമ്പോഴും ശരി, ഒന്ന് ഒരുങ്ങി പോകുമ്പോഴൊക്കെ ഫേസിൽ നമ്മൾ എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മാക്സിമം നമ്മൾ കൺസീലൊക്കെ ചെയ്ത് എത്രത്തോളം കവർ ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ കാര്യം എന്തായാലും റിസൾട്ട് ഭയങ്കരമായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇന്ന് പറയുന്നത് കറക്റ്റ് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാസ്മയ്ക്കുള്ള ഒരു ഏരിയ, ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫേസ് മുഴുവനും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം ചെയ്യുക. ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്പോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ പിഗ്മെൻറ്റേഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് പിഗ്മെൻറ്റേഷൻ ഇല്ലാത്ത ഏരിയയിലും കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഓട്സ് പൗഡർ എടുക്കുക. അത് നമ്മൾ പിഗ്മെൻറ്റേഷനുള്ള ഏരിയയിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം, നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഒരു ഫേസ് വാഷ് പോലെ അല്ലെങ്കിൽ ക്ലെൻസർ പോലെ നമ്മൾ ആ ഒരു ഏരിയ ഒരു 2 to 3 മിനിറ്റ്സ് ടൈം എടുത്ത് നന്നായിട്ട്, അപ്പോൾ ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രം നന്നായിട്ട് റബ്ബ് ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു 2 to 3 മിനിറ്റ് സമയമെടുത്ത് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒരു നല്ലൊരു കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ഫേഷ്യൽ ടിഷ്യൂസോ വെച്ച് ആ ഒരു ഏരിയ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം നമ്മളുടെ അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് 2 സ്പൂൺ നമ്മൾ ഹണി എടുക്കുക. നമ്മൾ സ്കിന്നിന് ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹണി എടുക്കുന്നു. ഹണിയിലേക്ക് നമ്മൾ കുറച്ച് നമ്മളുടെ ലൈം ജ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ കേട്ടോ, ലൈം ജ്യൂസ് വളരെ കുറച്ച് ആഡ് ചെയ്ത് ഹാഫ് എടുക്കുക. 2 സ്പൂൺ ആണെങ്കിൽ ഹാഫ് മുഴുവനും വേണ്ട. ചെറിയ നാരങ്ങയാണെങ്കിൽ പകുതി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിഴിയുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത്, നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ, നോസിൻ്റെ അവിടെ, ചിലവർക്ക് ഇവിടെ ഉണ്ടാവും, ഈ ഏരിയ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഏരിയ എല്ലാം ഫോക്കസ് ചെയ്ത് ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് അത് അങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം ആ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് തുടച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. നമ്മളൊന്ന് അതായത് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരു ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നന്നായിട്ട് ക്ലോത്ത് എന്തെങ്കിലും തുണി നനച്ച് പിഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ നന്നായിട്ട് വൃത്തിയാക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നമ്മൾ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ മെലാസ്മയൊന്നും ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. ഈ കാര്യം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സൂപ്പറായിരിക്കും. ഞാനത് അത്രയും എടുത്ത് പറയുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നുള്ളത് ഇനി ഞാൻ പറയണ്ടല്ലോ. നമ്മളുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കിതെല്ലാം വരുന്നത് അല്ലേ, പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം വരുന്നത്. കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തവർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ എടുക്കാത്തവർ ഉണ്ടാവും. ഞാനിന്നിപ്പം ക്ലയൻറ്റ് കൺസൾട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ എന്നോട് വന്നില്ല, ഒരു 65 വയസ്സിന് മുകളിലുള്ള ഒരാളായിരുന്നു കൺസൾട്ട് ചെയ്ത്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ സ്കിൻ കെയർ എന്താണ് ഇത്രയും നാളായിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ റീസൺ ചോദിച്ചപ്പോൾ, എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് പിഗ്മെൻറ്റേഷനും അതുപോലെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സാഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, നമ്മൾ തോന്നും ഓക്കെ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തോന്നും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, കാരണം നമ്മളുടെ സ്കിന്നെന്ന് പറയുന്നത് കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സോ അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, മോയ്സ്ചർ കൊടുക്കാതെയും സ്കിൻ കെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ സെല്ലായിട്ട് നമുക്ക് ഡാമേജ് ആവും.
ഒരു ഏരിയ ആയിട്ട് ഡാമേജ്. അത് നമുക്ക് ശരിക്കും ആ സ്പോട്ടിലോ ആ സമയത്തൊന്നും നമുക്കിത് അറിയത്തേ ഇല്ല. അത് പതുക്കെയാണ് നമ്മളുടെ സ്കിന്ന് അത് നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത്. ചിലപ്പോൾ ഒരു 40 വയസ്സ് കഴിയുമ്പോഴായിരിക്കും പതുക്കെ അറിയുന്നത്, അല്ലെങ്കിൽ ഒരു 45 കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല, അത് വലിയ കാര്യമൊന്നുമില്ല, ശരിയാവും. അപ്പോൾ നമ്മൾ കുറേ ഫേസ് വാഷോ എന്തെങ്കിലുമൊക്കെ മാറി വാങ്ങിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ക്രീം മേടിച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, അത് വീണ്ടും നമുക്ക് കാരണം നമ്മളൊരു പ്രോപ്പറായിട്ട് നമ്മൾ സ്കിന്നിനെ പ്രെപ്പ് ചെയ്യാതെ ക്ലെൻസിങ് ടോൺ, മോയ്സ്ചർ ഇതൊന്നും കൊടുക്കാതെ ഒരു ഫേസ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ആണ് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ സെൽസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. മനസ്സിലായി? ഭയങ്കരമായിട്ട്. അതായത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്തപ്പോൾ എത്രത്തോളം ഡാമേജ് ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ വരുന്ന പ്രശ്നം. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, പൗഡർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ 40 വയസ്സ് കഴിഞ്ഞാൽ പൗഡർ ഉപയോഗം മാക്സിമം നിർത്തണം. കാരണം നമ്മളുടെ സ്കിന്നിലുള്ള മോയ്സ്ചറിനെ വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പൗഡർ. അപ്പോൾ അത് നമ്മൾ ഈ 40 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് കൊണ്ട് സംഭവിക്കുന്നതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ അറിയുന്നത് 45-50 വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും. അപ്പോഴായിരിക്കും നമുക്ക് വിഷമം തോന്നുന്നത്. കാരണം ചില ആൾക്കാരെ ഞാൻ നോക്കിയിട്ടുണ്ട്, അതുവരെ ഒരു റിട്ടയർമെൻറ്റ് ടൈം വരെ ഒന്നിനും സമയമില്ലാതെ ഓടുന്ന ആൾക്കാരുണ്ട്. ജോലി കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ശരി, മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പിള്ളേർ കുറച്ച് വലുതാവട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളെ കെയർ ചെയ്യാതെ വിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം കെയർ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ 45-50 വയസ്സ് കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കും, കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുമ്പോൾ അയ്യോ എൻ്റെ സ്കിൻ ഇങ്ങനെയൊക്കെയാണല്ലോ, ഇത്രയും പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും എന്നോട് ആൾക്കാർ പറയുന്നത് എന്ത് പറ്റി, സ്കിന്നിന് എന്ത് പറ്റി, എന്താ മുമ്പ് ഇങ്ങനെയല്ലല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു എന്നുള്ള വിഷമം. അപ്പോൾ ഈ വിഷമമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ടും പ്ലസ് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു അതുകൊണ്ടുമാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്, ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഉണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ് ഒന്നും തന്നെ ഇല്ലാതെ ക്ലിയർ ആയിട്ട് പോകാൻ പറ്റും. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഏത് ഏജിലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നവും തന്നെ ഉണ്ടാവില്ല. അത് ഏജ് എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അറിയണം, എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രോപ്പർ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. മോർണിംഗ് റൊട്ടീൻ വേണം, നൈറ്റ് കെയർ വേണം. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും നമ്മുടെ സ്കിൻ ക്ലിയർ ആയിരിക്കും, നല്ല ഗ്ലോ ആയിരിക്കും. നമുക്ക് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല, സ്കിൻ അത്രയും ക്ലിയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്കിൻ കെയർ എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാനൊന്നും ഇല്ല എന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 months 3 മാസത്തെ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. 3 മാസത്തിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കി, സ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനായിരിക്കും ഞാൻ നിങ്ങളെ ശീലിപ്പിക്കുന്നത്. അതിലൂടെ സ്കിന്നിൽ ഇപ്പോൾ ഉള്ള എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ പറ്റും. പ്ലസ് അതൊരു ലൈഫ് ടൈമിലേക്ക് ഉള്ള ഒരു ക്ലിയർ സ്കിന്നായിരിക്കും. പിന്നീട് നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരില്ല. കാരണം നമ്മളുടെ സ്കിന്നിന് എന്താണോ ആവശ്യം അതാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ക്രീം കാണുന്നു പെട്ടെന്ന് വെളുക്കാനായിട്ടുള്ള ക്രീം, ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. ഈ ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ളതും 10 ദിവസം കൊണ്ട് ഫേസ് ക്ലിയർ ആവും, ഫേസ് ബ്രൈറ്റ് ആവും, അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ വേണം. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ആദ്യം ഇമ്പ്രൂവ് ചെയ്യണം. ഒരു ഹെൽത്തി സ്കിൻ വേണം. സ്കിൻ അൺഈവൺ എല്ലാം മാറി ഒരു ഈവൺ സ്കിന്നിലേക്ക് വരണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ലൈഫിൽ നമ്മളെപ്പോഴും പറയില്ല, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക ഡയറ്റ് ഒക്കെ എടുക്കുന്ന പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ സ്കിൻ സൂപ്പർബായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിൽ സ്കിന്നിലുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഞാൻ തരും. സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. 3 മാസത്തേക്ക് എനിക്ക് ഫീസ് വരുന്നുണ്ട്, 5000 rupees വരും.
അത് നിങ്ങൾക്ക് പേ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. കാരണം ഒരുപാട് പൈസ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് മേടിച്ച് കളയാറുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് കളയാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുവരെ നിങ്ങൾക്ക് അറിയാത്ത എന്താണോ അതാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നത്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ് നമ്മളെ കാണുമ്പോൾ നമ്മളൊന്ന് ഓക്കെ ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങളാണ്. പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ ഓട്സ് വെച്ച് ആ ഒരു ഏരിയ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ ഹണിയിൽ ഒരു സ്പൂൺ നമ്മൾ നമ്മുടെ ലൈം എടുത്ത് നാരങ്ങ നീരെടുത്തിട്ട് ആ ഒരു ഏരിയ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 5 to 10 minutes വെച്ചിട്ട് നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് തേർഡ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ സ്ക്രബാണ് വരുന്നത്. സ്ക്രബിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്ക്രബിനായിട്ട് നമുക്കിവിടെ വേണ്ടത് നമ്മളുടെ ഓട്സ് പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് തൈര് എടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആ ഒരു ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ സാധാരണ സ്ക്രബ് ചെയ്യൂലേ ആ രീതിയിൽ ആ ഒരു ഏരിയ മാത്രം സ്ക്രബ് ചെയ്യുക കേട്ടോ. ഒരു 3 മുതൽ 5 മിനിറ്റ് സമയമെടുത്ത് നമ്മളത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് 5 മിനിറ്റ്സിന് ശേഷം ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു 4 സ്റ്റെപ്പല്ല, ഏകദേശം ഒരു 5 സ്റ്റെപ്പ് വരെ നമുക്കിതിൽ പോകാനുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ വേണം. അതേ കസ്തൂരി മഞ്ഞളുടെ പൗഡർ നമുക്ക് കിട്ടുമല്ലോ, ആയുർവേദിക് ഷോപ്പിലെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ അത് സ്ക്രബ് ചെയ്തതിന് ശേഷമാണ്. സ്ക്രബ് എന്താണെന്നുള്ളത് വീണ്ടും ഞാൻ പറയണോ? നമ്മളുടെ ഓട്സ് പൗഡറും തൈരും കൂടെ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കസ്തൂരി മഞ്ഞൾ എടുക്കാം, 1 സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുക്കുക, 1 സ്പൂൺ നമുക്ക് അലോവേറ ജെൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ലൂക്ക് വാം വാട്ടറിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ക്ലിയർ ചെയ്ത് കളയുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നിങ്ങൾക്ക് നൈറ്റായിട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നൈറ്റിലേക്ക് അപ്ലൈ ചെയ്ത് വെക്കാം. അതല്ല നമ്മൾ ഈവനിങ്ങിലാണെങ്കിലും ജസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സോ ഒരു 50 മിനിറ്റ്സോ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നൈറ്റ് ഫുൾ ഓവർനൈറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് റോസ് ഹിപ്പ് ഓയിൽ. നമുക്ക് ഷോപ്പുകളിലെല്ലാം കിട്ടും, ഓൺലൈനിൽ കിട്ടുന്നതാണ് റോസ് ഹിപ്പ് ഓയിൽ കേട്ടോ. അതേ റോസിൻ്റെ എതളെന്നല്ല, നമ്മൾ അതിൻ്റെ റൂട്ടിൽ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഈ പിഗ്മെൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനും അതുപോലെ ആഗ്നെ മാർക്സ് ഇതൊക്കെ കുറയാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് ഹിപ്പ് ഓയിൽ. ഓക്കെ, അപ്പോൾ അതെടുക്കുക. ഒരു ടീസ്പൂൺ റോസ് ഹിപ്പ് ഓയിലും അതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ഓയിൽ 3 to 4 ഡ്രോപ്സ് എടുക്കണം. വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും. അത് ഒരെണ്ണം പൊട്ടിക്കുക. എന്നിട്ട് 4 to 5 ഡ്രോപ്സ് വരുന്ന ഒരെണ്ണം മതിയാവും കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൻ്റെ ഓവറോൾ എല്ലാവിടെയും അപ്ലൈ ചെയ്യുക കേട്ടോ. ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയും ഫേസിൻ്റെ ബാക്കിയുള്ള ഏരിയയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു മസാജ് കൊടുത്ത് നൈറ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ വാഷ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി അതല്ല നമുക്ക് നൈറ്റ് കെയർ റൊട്ടീൻ വേറെ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നവരാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 1 hour വെച്ചിട്ട് വാഷ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ റോസ് ഹിപ്പ് ഓയിൽ നമ്മൾ എടുക്കുക, 1 സ്പൂൺ. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഒരു സ്പൂണല്ല 3 to 4 ഡ്രോപ്സ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളല്ല വൈറ്റമിൻ ഇ ഓയിൽ എടുക്കുക. ഓയിൽ ഇല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഒരെണ്ണം എടുക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ എന്തായാലും അറിയിക്കണം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. 100% ഗ്യാരണ്ടിയാണ് ഇത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത്. കൂടാതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ CTM വേണം, മോയ്സ്ചർ ചെയ്യണം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ മോയ്സ്ചർ ചെയ്യുക സ്കിന്നിനെ. CTM കറക്റ്റായിട്ട് ചെയ്യുക. സ്കിൻ കെയർ ഇല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഞാൻ എപ്പോഴും പറയാം, സ്കിൻ കെയർ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.